നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ പേര് ഫൂലോं का കുർത്ത എന്നാണ്. ഈ ഒരു സ്റ്റോറി എഴുതിയിരിക്കുന്നത് യശ്പാൽ ആണ്. ഇദ്ദേഹം ഹിന്ദി സാഹിത്യത്തിലെ പ്രസിദ്ധനായ ഉപന്യാസകാരാണ്, അതായത് എസ്സേ റൈറ്ററാണ്. ഇദ്ദേഹം സ്വതന്ത്രതാ ആന്തോളനത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. കൂടാതെ ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ അല്ലെങ്കിൽ പ്രസിദ്ധമായ ഉപന്യാസങ്ങൾ ഇവയൊക്കെയാണ്: ദേശദ്രോഹി, ദാദാ കോമ്രേഡ്, ഝൂട്ടാ സച്ച്. നമുക്കിന്ന് പഠിക്കാനുള്ള ചാപ്റ്റർ, അതായത് ഫൂലോं का കുർത്ത എന്നത് ഇദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠ രചനയായിട്ടാണ് അറിയപ്പെടുന്നത്. ഈ ഒരു ചാപ്റ്ററിലൂടെ ഇദ്ദേഹം ഗാവ് ഓർ ഷെഹർ, അതായത് ഗ്രാമവും പട്ടണവും തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചാണ് ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കഥയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ കഥാകാരൻ പറയുകയാണ്, അദ്ദേഹം പട്ടണത്തിലുള്ള ഒരു കോളേജിലാണ് പഠിച്ചിരുന്നത്. അതായത് നഗർ കെ കോളേജ് മേ പഠിത്താ ഥാ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ, ആ ഒരു പട്ടണത്തിലെ കോളേജിൽ പഠിക്കുന്ന ആ ഒരു ടൈമിൽ അദ്ദേഹത്തിന് വർഷത്തിൽ 3 മാസമാണ് ലീവ് കിട്ടിയിരുന്നത്, അല്ലെങ്കിൽ അവധി കിട്ടിയിരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇദ്ദേഹം തൻ്റെ ഗ്രാമം സന്ദർശിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തെക്കുറിച്ചാണ്. ആ ഗ്രാമം എങ്ങനെയാണ് കാണാൻ എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത് ഹിമാലയക്ക് ആഞ്ചൽ മേ, അതായത് ഹിമാലയത്തിൻ്റെ താഴ്വാരത്തിൽ എന്നാണ് അർത്ഥം. ആഞ്ചൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴ്വാരം. അപ്പോൾ ആ ഒരു ഹിമാലയത്തിൻ്റെ താഴ്വാര പ്രദേശത്താണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ ഒരിടത്ത് റെയിൽ, മോട്ടോർ और तार जैसे वर्तमान सुविधाएं भी वहाँ नहीं है. അതായത് ആ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ആ ഒരിടത്ത് റെയിൽവേയോ അല്ലെങ്കിൽ മോട്ടോർ സൈക്കിളോ അല്ലെങ്കിൽ വാഹനങ്ങളോ മറ്റ് വർത്തമാന കാലത്തുണ്ടാകുന്ന ഒരു അവൈലബിലിറ്റീസ് ഒന്നും അവിടെ ലഭിക്കുകയുണ്ടായിരുന്നില്ല. കാരണം അതൊരു ഗ്രാമപ്രദേശമായതുകൊണ്ട് തന്നെ. അപ്പോൾ ആ ഒരു പ്രദേശത്ത് ആ ഒരു ഗ്രാമപ്രദേശം വളരെ ചെറുതായതുകൊണ്ട് തന്നെ അവിടെ ഒട്ടാകെ ഒരു 10-20 വീടുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഗ്രാമത്തിൽ ഒരു കടയുണ്ടായിരുന്നു. ആ കട നടത്തിക്കൊണ്ടുപോയിരുന്നത് ബംഗു സാഹ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ കടയിൽ നിന്നാണ് ആ ഗ്രാമത്തിലുള്ള എല്ലാവരും സാധനങ്ങളൊക്കെ വാങ്ങാറുള്ളത്. ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഷോപ്പിൻ, അതായത് ബംഗുസാഹ് ദുക്കാൻ, ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഷോപ്പിൻ്റെ മുന്നിൽ തന്നെ ഒരു ആൽമരം ഉണ്ടായിരുന്നു. അതായത് പീപ്പിൾ കാ പേഡ് താ. പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽമരം എന്നാണ് അർത്ഥം. അപ്പോൾ പീപ്പിൾ കാ പേഡ് താ. അദ്ദേഹത്തിൻ്റെ ആ ഒരു കടയുടെ മുന്നിൽ തന്നെ ഒരു ആൽമരം ഉണ്ടായിരുന്നു. അതിനു ചുറ്റും നിന്ന് കുട്ടികൾ കളിക്കാറുണ്ട് എന്നിവിടെ നമ്മുടെ കഹാനികാരൻ പറയുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ നമ്മുടെ ഈ ഒരു കഹാനികാരൻ തൻ്റെ കോളേജിൽ നിന്നും തൻ്റെ ഗ്രാമത്തിലേക്ക് വെക്കേഷന് വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ ആ സമയം തിരിച്ചു പോകാൻ പറ്റിയില്ല. വെക്കേഷൻ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് തിരിച്ചു പോകാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് ബഹുത് അധിക് വർഷ ചൽ രഹി തി. അതായത് ആ ഒരു സമയത്ത് ഒരു നല്ല മഴ പെയ്യുന്നത് കാരണം തന്നെ അദ്ദേഹത്തിന് തൻ്റെ കോളേജിലേക്ക് മടങ്ങി പോകാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ ഗ്രാമത്തിൽ തന്നെയാണ് കുറച്ച് സമയം ചെലവഴിച്ചത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇദ്ദേഹം സമയം ചെലവഴിക്കാൻ വേണ്ടി ഇദ്ദേഹം തീരുമാനിച്ചു താൻ കുറച്ച് ഉപന്യാസങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഹാനികാരൻ്റെ റൈറ്ററിൻ്റെ എങ്ങാറ്റും ഉപന്യാസങ്ങൾ എടുത്ത് വായിക്കാം എന്ന് കരുതി. അങ്ങനെ ഇരിക്കെ അദ്ദേഹം ഒരു ഉപന്യാസം എടുത്ത് വായിക്കുകയുണ്ടായി. അപ്പോൾ ആ ഉപന്യാസത്തെക്കുറിച്ചാണ് തുടർന്നുള്ള ചാപ്റ്ററിൻ്റെ തുടർന്നുള്ള പാരഗ്രാഫ്സിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഉപന്യാസത്തിൻ്റെ നായകൻ എന്നത് ഒരു കുലീനനായ യുവകാണ്. അതായത് ഒരു കുലീനത്വം നിറഞ്ഞ ഒരു യുവാവാണ് ഈ ഒരു ഉപന്യാസത്തിൻ്റെ നായകൻ. ശ്രദ്ധിക്കുക, നമ്മുടെ ഈ ഒരു കഥാകൃത്ത് തൻ്റെ സമയം ചെലവഴിക്കാൻ വേണ്ടി ഒരു നോവൽ വായിക്കുകയാണ്. അപ്പോൾ ആ ഒരു നോവലിൻ്റെ കഥാപാത്രത്തെയും ഇനി തുടർന്നുള്ള ഈ ഒരു ചാപ്റ്ററിൻ്റെ ഭാഗങ്ങളിൽ ഈ നോവലിനെ കുറിച്ചാണ് ഇനി പറയുന്നത്, ഇദ്ദേഹം വായിക്കുന്ന നോവലിനെ കുറിച്ച്. അപ്പോൾ ഈ ഒരു നോവലിലെ മെയിൻ ക്യാരക്ടർ ഒരു കുലീനനായ യുവാവാണ്. ആ യുവാവ് തൻ്റെ
യുവാവിൻ്റെ ഫാമിലി വളരെയധികം പുവറാണ്, വളരെയധികം ദരിദ്രനായ ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന ആളാണ് ഈ ഒരു യുവാവ്. പക്ഷെ അദ്ദേഹം വിവാഹം കഴിച്ചത് ഒരു സമ്പന്നയായ കുടുംബത്തിൽ നിന്നുള്ള ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ വളരെയധികം എഡ്യൂക്കേറ്റഡ് ആയിരുന്നു. അപ്പോൾ ഇവർ കല്യാണം കഴിച്ചത് ശേഷം ഇവർ രണ്ടുപേരുടെയും ജീവിതം വളരെയധികം ദയനീയകരമായിട്ടാണ് മുന്നോട്ട് പോയിരുന്നത്. ഇവർ ഇവർക്ക് പിന്നീട് കുട്ടികൾ ഉണ്ടാവുകയുണ്ടായി. പക്ഷേ ആ ഒരു ഇടക്കാലത്ത് തന്നെ ഈ ഒരു യുവാവിന് എന്തോ രോഗം ബാധിക്കുകയുണ്ടായി. ആ ഒരു രോഗം കാരണം തന്നെ ഇദ്ദേഹത്തിന് വളരെയധികം കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെയായി. ഇവരുടെ ഭാര്യയും വളരെയധികം കഷ്ടപ്പെട്ടു. പക്ഷെ അതേ സമയം തന്നെ ആ ഒരു ഇവർ താമസിക്കുന്ന ആ ഒരു ഷെഹർ, അതായത് പട്ടണത്തിലെ ഒരു ഓഫീസിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ഈ ഒരു യുവാവിൻ്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടുകയുണ്ടായി. അപ്പോൾ ആ ഒരു സ്ഥാപനം നോക്കി നടത്തിയിരുന്നത് ഒരു യുവാവായ ഒരു സേഠ്ജി ആയിരുന്നു. അതായത് ആ ഒരു സ്ഥാപനം നോക്കി നടത്തിയതും ഒരു യങ്സ്റ്റർ ആയിരുന്നു, ഒരു ചെറുപ്പക്കാരനായ ഒരു റിച്ച് ആയിട്ടുള്ള ആളായിരുന്നു ആ ഒരു സ്ഥാപനം നോക്കി നടത്തിയിരുന്നത്. അങ്ങനെ ഇരിക്കെ ആ ഒരു നമ്മുടെ ഈ ഒരു നോവലിൻ്റെ മെയിൻ ക്യാരക്ടറിൻ്റെ ഭാര്യയ്ക്ക് അവിടെ ജോലി കിട്ടുകയുണ്ടായി. അങ്ങനെ അവരുടെ ജീവിതം പതുക്കെ പതുക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷം നമ്മുടെ ഈ ഒരു യുവാവിന് മനസ്സിലാവുകയുണ്ടായി തൻ്റെ ഭാര്യയ്ക്ക് ആ ജോലി ലഭിക്കുന്നത്, അല്ലെങ്കിൽ താൻ ഇത്രയും നല്ല രീതിയിൽ ഇപ്പോൾ ജീവിക്കാനുള്ള കാരണം തന്നെ തൻ്റെ ഭാര്യ സ്വന്തം ആത്മാഭിമാനം അവിടെ നഷ്ടപ്പെടുത്തിയത് കൊണ്ടാണ്. ആ ഒരു തൻ്റെ ഓഫീസറിൻ്റെ മുന്നിൽ തൻ്റെ ആത്മാഭിമാനം നഷ്ടപ്പെടുത്തി അങ്ങനെ ആണ് ആ ഒരു സ്ത്രീക്ക് അവിടെ ജോലി ലഭിച്ചതും ഇത്ര നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതും എന്നൊക്കെ ഈ ഒരു യുവാവ് മനസ്സിലാക്കുകയുണ്ടായി. അപ്പോൾ അതിൽ ദേഷ്യപ്പെട്ടുകൊണ്ട്, അതായത് അദ്ദേഹം ക്രുദ്ധനായിട്ട് ഈ ഒരു സ്ത്രീയെ വഴക്ക് പറയുകയുണ്ടായി. ആ ഒരു സ്ത്രീനെ അടിക്കുകയും തൊഴിക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ ആ ഒരു നിമിഷത്തിൽ സ്ത്രീ ഈ ഒരു യുവാവിനോട് തൻ്റെ പ്രാണന് വേണ്ടി അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൂടെ ഈ ഒരു നോവൽ അവസാനിക്കുന്നു. ഈ ഒരു നോവൽ വായിച്ചതിന് ശേഷം നമ്മൾ ഈ പഠിക്കുന്ന ഈ ഒരു കഥയുടെ കഥാകൃത്തിനെ വളരെയധികം മുഷിപ്പാണ് തോന്നിയത്. കാരണം അദ്ദേഹത്തിന് തോന്നി ഇപ്പോഴത്തെ ഈ ഒരു രചനാകാരൻ, അതായത് ഈ റൈറ്റേഴ്സൊക്കെ തൻ്റെ രചനയിലൂടെ വ്യഭിചാരത്തെയും വളരെയധികം ന്യായീകരിച്ചു കൊണ്ടാണ് ചൂണ്ടിക്കാട്ടുന്നത് എന്നതൊക്കെ തോന്നിയത് കൊണ്ട് തന്നെ അയാൾക്ക് ഈ ഒരു നോവൽ വായിച്ചതിന് ശേഷം മുഷിപ്പ് തോന്നുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഒരു ഉപന്യാസം വായിച്ചു തീർന്നതോടെ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അദ്ദേഹം അടുത്തുള്ള നമ്മുടെ ബങ്കു സാഹിൻ്റെ കടയിൽ അജ്വൈൻ വാങ്ങാൻ പോയി. അജ്വൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയമോദകം എന്നാണ് അർത്ഥം. അപ്പോൾ ഇദ്ദേഹം ഈ ഒരു അയമോദകം വാങ്ങാൻ വേണ്ടി ബങ്കു സാഹിൻ്റെ കടയിൽ പോയ സമയത്ത് കണ്ട കാഴ്ച, അദ്ദേഹത്തിൻ്റെ മകളായ ഫൂലോ, അതായത് 5 വയസ്സുകാരിയായ ഫൂലോ എന്ന് പറയുന്ന പെൺകുട്ടി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു കഹാനിക്കാരന് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഒരു ഫൂലോ എന്ന് പറയുന്ന ഈ 5 വയസ്സുള്ള പെൺകുട്ടിയുടെ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞു. അതായത് ഉസ്കാ സഗായി ഹോ ഗയാ ഹെ പാസ് വാലെ ഗാവ് കെ എക് ലഡ്കെ സെ, അതായത് തൊട്ടടുത്തുള്ള ഗ്രാമത്തിൽ നിന്നുള്ള ഒരു ആൺകുട്ടിയുമായിട്ട് ഈ ഒരു 5 വയസ്സുള്ള ഫൂലോ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാണ് ഇവിടെ പറയുന്നത്. ആ ഒരു ആൺകുട്ടിയുടെ പേര് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് സന്തു എന്നാണ്. അപ്പോൾ ഈ ഒരു സന്തു ആയിട്ടാണ് നമ്മുടെ ഫൂലോ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇനി തുടർന്നുള്ള ഭാഗത്ത് ഈ സന്തു എന്ന് പറയുന്ന ആൺകുട്ടീനെ കുറിച്ചാണ് വർണ്ണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സന്തു എന്ന് പറയുന്ന ഈ ഒരു ആൺകുട്ടി 7 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ നമുക്കറിയാം പണ്ടൊക്കെ ബാലവിവാഹം കോമൺ ആയിട്ട് നടക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ 5 വയസ്സുള്ള കുട്ടിയും 7 വയസ്സുള്ള കുട്ടിയും തമ്മിലുള്ള കല്യാണം നടത്തുന്നത്. അപ്പോൾ ഈ ഒരു 7 വയസ്സുള്ള സന്തു എന്ന് പറയുന്ന കുട്ടിയുടെ വീട്ടിൽ 2 ബൈൽ और 1 ഗായ് था, അതായത് 2 കാളയും ഒരു പശുവാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ തന്നെ हर सुबह वो उस 2 बैल और गाय को लेकर चराने के लिए जाता था और शाम तक
घर वापस लौट आता था. അതായത് രാവിലെ തന്നെ അതിരാവിലെ ഈ ഒരു ആൺകുട്ടി തൻ്റെ വീട്ടിലുള്ള ഈ 2 കാളയെയും ഒരു പശുവിനെയും കൂട്ടി അതിനെ മേയ്ക്കാൻ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ രാവിലെ പോയതിന് ശേഷം വൈകുന്നേരമാണ് വീട്ടിൽ തിരിച്ചെത്താറ് എന്ന് പറയുന്നു. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ തൻ്റെ പശുവിനെയൊക്കെ മേയിച്ച് തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ ഈ സന്തു എന്ന് പറയുന്ന കുട്ടി ഈ ബംഗുസാഹിൻ്റെ കടയുടെ മുന്നിൽ എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ആ ഒരു ബംഗുസാഹിൻ്റെ കടയുടെ മുന്നിൽ ഒരു ആൽമരമുണ്ട്. അപ്പോൾ അതിന് ചുറ്റും കുട്ടികൾ കളിക്കാറുണ്ടെന്ന് നമുക്കറിയാമായിരുന്നു, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സന്തു എന്ന് പറയുന്ന കുട്ടി അവിടെ എത്തിയ സമയത്ത് ചുറ്റും ആ സമയത്ത് ചുറ്റും കളിക്കുന്നുണ്ടായ കുട്ടികൾ ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി, നമ്മുടെ ഫൂലോയുടെ ദുൽഹ ആഗയാ ഹെ, അതായത് ഫൂലോയുടെ കല്യാണ ചെക്കൻ, അതായത് കല്യാണം കഴിക്കാൻ പോകുന്ന ആ ഒരു ചെക്കൻ വന്നിട്ടുണ്ട് എന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ വിളിച്ചു പറയുന്നത് കേട്ടപ്പോൾ നമ്മുടെ ഫൂലോ എന്ന് പറയുന്ന പെൺകുട്ടി അവിടെ ഒരു സ്വെറ്റർ പിടിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ ഫൂലോ എന്ത് ചെയ്തു, കയ്യിലുണ്ടായ സ്വെറ്റർ കൊണ്ട് മുഖം നാണിച്ചിട്ട് മറക്കി പിടിച്ചു. അപ്പോൾ ഈ ഒരു കാഴ്ച കണ്ട് നമ്മുടെ ലേഖകന്, അതായത് ഈ ഒരു കഹാനിക്കാരന് വളരെയധികം മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊരു സന്തോഷമാണ് വന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് തോന്നി, ഈ ഒരു ഇത്രയും മാറ്റങ്ങൾ സംഭവിച്ച് നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ഇത്രയൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടും ഈ ഒരു പെൺകുട്ടി തൻ്റെ പാരമ്പര്യഗതയെയും പിന്നെ തൻ്റെ സംസ്കാരത്തെയും ഒക്കെ ഇപ്പോഴും നിലനിർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു നാണിച്ച് മുഖം മറക്കുന്നതൊക്കെ കണ്ടത് അദ്ദേഹത്തിന് മനസ്സിൻ്റെ ഉള്ളിൽ ആ പെൺകുട്ടിയുടെ നിഷ്കളങ്കതയാണ് അദ്ദേഹത്തിന് ഉള്ളിൽ തോന്നിയത്. അപ്പോൾ ഈ ഒരു ഫൂലോ എന്ന് പറയുന്ന പെൺകുട്ടി അങ്ങനെ ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു തൻ്റെ മുഖം മറക്കാനുള്ള കാരണം തന്നെ ആ ഒരു സ്ഥലത്ത് ആ ഒരു ഗ്രാമപ്രദേശത്ത് ആ ഫൂലോ എന്ന് പറയുന്ന പെൺകുട്ടി യൂഷ്വലി കാണുന്നത് തൻ്റെ അമ്മയാകട്ടെ അല്ലെങ്കിൽ മറ്റേത് സ്ത്രീയും ആകട്ടെ, ഏതൊരു നിഷ്കളങ്കയായ സ്ത്രീയും ആകട്ടെ, മറ്റ് അന്യ പുരുഷന്മാരെ അല്ലെങ്കിൽ പുരുഷന്മാരെ കാണുമ്പോഴൊക്കെ അവരുടെ ഘൂങ്കട്ട് അല്ലെങ്കിൽ പല്ലു എന്നാണ് നമ്മൾ പറയുക ഹിന്ദിയിൽ. അതായത് തൻ്റെ സാരി തുമ്പുകൊണ്ടാണ് ഈ നോർത്തേൺ സ്റ്റേറ്റ്സിലെ സ്ത്രീകൾ തൻ്റെ തല മറക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവർ മുഖം കവർ ചെയ്ത് വെക്കും. അപ്പോൾ അതുപോലെ കവർ ചെയ്യാൻ നമ്മുടെ ഫൂലോയുടെ കയ്യിൽ ഒരു പല്ലും ഇല്ല, അല്ലെങ്കിൽ ഒരു ഷോളോ ഒന്നുമില്ല. അപ്പോൾ ആകെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്വെറ്റർ ആയിരുന്നു. അപ്പോൾ ആ പെൺകുട്ടി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ സ്വെറ്ററിനെ കൊണ്ട് തൻ്റെ മുഖം നാണിച്ചതുപോലെ മറക്കി പിടിച്ചു. അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മുടെ ലേഖകൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കഹാനികാരൻ്റെ മനസ്സിൽ ആ ഒരു പെൺകുട്ടിയോടുള്ള സ്നേഹമാണ് തോന്നിയത്. ആ പെൺകുട്ടിയുടെ നിഷ്കളങ്കത കണ്ടിട്ട് അദ്ദേഹത്തിന് മനസ്സലിവ് തോന്നുകയാണ് ഉണ്ടായത്. ഇത്രയും ആണ് നമ്മുടെ ഈ ഒരു കഹാനിയിൽ പറഞ്ഞിരിക്കുന്നത്. So if you enjoyed this video, click the like button and don't forget to subscribe my channel.